ഗുരുവായൂർ നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ഷേത്ര നഗരി. ഗുരുവായൂരിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങളിലൊന്നാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷൻ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. ആകെ 2-3 ട്രെയിൻ മാത്രമേ അവിടെ വരുന്നുള്ളൂ. പക്ഷേ ആ ട്രെയിൻ മുഴുവൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കും. അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനും അവിടേക്ക് ട്രെയിൻ സർവീസും ഒക്കെ തുടങ്ങിയിട്ട് 30 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. സ്റ്റേഷൻ വികസനം ഇപ്പോൾ അതിവേഗം പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ തിരക്കൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ റെയിൽവേ കണക്ടിവിറ്റി അവിടത്തേക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് പൊതുവെ ഉയർന്ന ആവശ്യം. 1994 ജനുവരി 9 ഗുരുവായൂരിൽ റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമായത്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ട്രെയിനുകൾ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഗുരുവായൂരിലെത്തിയ പാത കുറ്റിപ്പുറം, തിരൂർ, താനൂർ എന്നിവിടങ്ങളിലേക്കും നീട്ടാൻ പദ്ധതി തയ്യാറായിരുന്നു. സ്ഥലമെടുക്കാൻ 5 കോടി രൂപ വകയിരുത്തിയിരുന്നെങ്കിലും വിവിധ കോണുകളിൽ നിന്നുള്ള എതിർപ്പുകൾ കാരണം പദ്ധതി പൂർണ്ണമായും നടപ്പിലായില്ല. നിലവിൽ ഗുരുവായൂർ സ്റ്റേഷൻ വികസനം അതിവേഗം പുരോഗമിക്കുകയാണ്. 1ാം ഘട്ടത്തിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇതിനായി 6.02 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. കൊങ്കൺ, കോയമ്പത്തൂർ പാതകളിലും ഗുരുവായൂരിൽ നിന്ന് ട്രെയിൻ ആരംഭിക്കണമെന്നാണ് ആവശ്യം. ഇനിയുള്ള ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഗുരുവായൂരിലേക്ക് എത്തിയ ഈ തീവണ്ടി ഗതാഗത സൗകര്യത്തിന് പൂർണ്ണ അർത്ഥത്തിൽ ഒരു ഉപകാരപ്രദമായ രീതിയിലേക്ക് നീങ്ങാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും നവീകരണ പ്രവർത്തനങ്ങൾ അമൃത് 2 ഉൾപ്പെടുത്തിക്കൊണ്ട് ഗുരുവായൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുകയാണ്. ഈ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഗുരുവായൂരിലേക്ക് ഈ വികസനം എത്തിച്ച ഏറ്റവും ജനപ്രിയനായിരുന്ന ലീഡർ ശ്രീ കെ കരുണാകരന്റെ പേര് നൽകണമെന്നാണ് ഗുരുവായൂരിലെ പൊതുവായിട്ടുള്ള ആളുകളുടെ ആവശ്യം. ഗുരുവായൂരിൽ അനുദിനം തിരക്ക് വർദ്ധിക്കുകയാണ്. അവധി ദിവസങ്ങളിൽ ജനങ്ങളും വാഹനങ്ങളും നിറഞ്ഞ് നഗരം വീർപ്പുമുട്ടുകയാണ്. ഗുരുവായൂരിനെ മറ്റു നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള വികസനം വേണം. തൊട്ടടുത്തുള്ള ചാവക്കാട്, കുന്നംകുളം നഗരസഭകൾ, കണ്ടാണശ്ശേരി, പാവറട്ടി എന്നീ പഞ്ചായത്തുകളുമായി ചേർന്ന് വികസന പദ്ധതികൾ നടപ്പിലാക്കണം. ഇതിനായി അധികാരികൾ കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഗുരുവായൂർ.